ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. DJIയുടെ ഓസ്മോ മൊബൈൽ ഗിംബൽ 3. സത്യത്തിൽ ഞാൻ ഈ ഗിംബൽ വാങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 മാസമായി. എൻ്റെ വീഡിയോസൊക്കെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും. പക്ഷേ ഈ ഗിംബൽ അത്ര ലേറ്റസ്റ്റ് മോഡലൊന്നും അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓസ്മോ മൊബൈൽ ഗിംബൽ 3 ആണ്. പക്ഷേ ഇതിന് ഗിംബൽ 4 കൂടിയുണ്ട്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ഗിംബൽ 4 വാങ്ങാത്തതിന് ഞാൻ പ്രധാനമായിട്ട് 2 കാരണങ്ങളുണ്ട്. അത് ഞാൻ എന്തായാലും വഴിയെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഗിംബൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളെ കൈയൊക്കെ ഷെയ്ക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ബോഡി മൂവ്മെൻറ്റ്സ് കൊണ്ട് മൊബൈലിലെ വീഡിയോസ് ഷെയ്ക്ക് ചെയ്തായിരിക്കും ഉണ്ടാവുക. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് മൊബൈൽ ഒരു വീഡിയോസൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഗിംബൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് കൂടി നമുക്ക് ഗിംബൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഈ ഗിംബൽസിന് ഒരു 3 ആക്സിസ് മോട്ടോഴ്സ് ഉണ്ട്. ആ മോട്ടോഴ്സ് യൂസ് ചെയ്യാൻ വഴി ഈ ഗിംബൽ നമ്മൾ ഏത് ദിശയിലേക്ക് ചെരിച്ചാലും വളച്ചാലും ഓടിയാലും ചാടിയാലും ഇനി ഭൂമി തന്നെ കുലുങ്ങിയാൽ പോലും ആ വീഡിയോസ് ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ പറഞ്ഞില്ലേ, ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഇത് ഓസ്മോ മൊബൈൽ ഗിംബൽ 3 ആണ്. ഗിംബൽ 4 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അത് വാങ്ങാത്തതിന് എനിക്ക് 2 മെയിനായിട്ടുള്ള റീസൺ ആണുള്ളത്. അതിൽ ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിംബൽ 3ഉം ഗിംബൽ 4ഉം തമ്മിൽ ഞാൻ ആകെ ഒരു ഡിഫറൻസ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗിംബൽ 3 ഈ സെൽഫി സ്റ്റിക്കിലൊക്കെ മൗണ്ട് ചെയ്ത് വെക്കുന്നത് പോലെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗിംബൽ 4ലാണെങ്കിൽ അതിന് മാഗ്നറ്റിക് മൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ അതവിടെ ക്ലാമ്പായി നിന്നോളും. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് അതാണ് ഈസി. പക്ഷേ ഈ ഒരു ചെറിയ ഡിഫറൻസിന് വേണ്ടിയിട്ട് നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗിംബൽ 3 തന്നെ വാങ്ങിയത്, ഗിംബൽ 4 വാങ്ങാതെ. പിന്നെ രണ്ടാമത്തെ കാരണമാണ് മെയിനായിട്ടുള്ള റീസൺ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ മൊബൈലിൻ്റെ ബാക്കിൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു മാഗ്നറ്റിക് മൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ പിക്ചറിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ പിക്ചർ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് മൊബൈൽ കവറിൽ തന്നെ പ്രിന്റ് ചെയ്ത പിക്ചർ അല്ല, അതിന് പകരം ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ചതാണ്. അതിന് എനിക്ക് മെയിനായിട്ടുള്ളൊരു കാരണമുണ്ട്. നമ്മൾ മൊബൈൽ കവറിൽ പ്രിന്റ് ചെയ്യുന്ന ആ കവർ ഉണ്ടല്ലോ, അത് ഭയങ്കര ഹാർഡായിട്ട് എനിക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല. നമുക്ക് പിടിക്കാനും ഒക്കെ ഭയങ്കര ഒരു ചതുരക്കട്ട കയ്യിൽ പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹാർഡായിരിക്കും. ഞാൻ സാധാരണ മൊബൈലിൻ്റെ കൂടെ തന്നെ കിട്ടാറുള്ള കവർ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇതേപോലത്തെ കവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കവറിലാണെങ്കിൽ പ്രിന്റ് എടുക്കാനും പറ്റില്ല. പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഇത് റബ്ബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ചൂടാകുമ്പോൾ അതെന്താവും, ചിലപ്പോൾ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൽ പ്രിന്റ് എടുക്കാൻ പറ്റാത്തത്. അപ്പം ഞാൻ കണ്ടുപിടിച്ച ഐഡിയ ആണ്, പ്രിന്റ് എടുത്ത് എന്തായാലും ഇത് ട്രാൻസ്പെറന്റ് ആണല്ലോ, ബാക്കിൽ വെച്ചാൽ പോരാ, നമുക്ക് ചിലവും കുറവാണ്, ഗുണമോ മെച്ചം. ഇനി നമുക്ക് ഗിംബലിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഈ ഗിംബൽ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് 2 തരത്തിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് കോംബോ പാക്ക് ആയിട്ടും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അതല്ല കോംബോ പാക്ക് അല്ല, നിങ്ങൾക്ക് സാധാരണ ഗിംബൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും. അപ്പോൾ നമുക്ക് കോംബോ പാക്കിൽ നമ്മൾ ഗിംബൽ മാത്രമായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഗിംബൽ, അതിൻ്റെ കൂടെ ഒരു റിസ്റ്റ് സ്ട്രാപ്പ്, അതിൻ്റെ കൂടെ സി ടൈപ്പ് ഒരു ക്യാബിള്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്ലോത്ത് കൊണ്ടുള്ള ഒരു ബാഗ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇനി കോംബോ പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ റിസ്റ്റ് സ്ട്രാപ്പും അതുപോലെ സി ടൈപ്പ് ക്യാബിളും ഈ ക്ലോത്തിൻ്റെ ഒരു ബാഗും അതിൻ്റെ കൂടെ ഹാർഡ് കേസ് കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ലോങ് ഒക്കെ ട്രാവൽ ചെയ്യാണ്, നമ്മൾ അധികം ഗിംബൽ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഗിംബൽ യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഹാർഡ് കേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിംബലിന് കേടുപാടൊന്നും പറ്റാതെ എന്തായാലും നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ട്രൈപോഡ്, ഒരു ചെറിയൊരു ട്രൈപോഡ് സ്റ്റാൻഡ് കൂടി നമുക്ക് ഗിംബലിൻ്റെ കൂടെ കോംബോ പാക്കിൽ കിട്ടുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് കോംബോ പാക്കിൽ വരുന്നത്. വേറെ എന്തൊക്കെയാണെന്ന് ഞാനുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പം എനിക്ക് മെയിനായിട്ട് ഞാൻ കോംബോ പാക്ക് ഉദ്ദേശിച്ചാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു കോംബോ പാക്ക് അല്ലാതെയുള്ള സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ വാങ്ങി വന്നപ്പോൾ കോംബോ പാക്ക് ആയിരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ മിസ്സായത് ട്രൈപോഡ് സ്റ്റാൻഡ് ആയിരുന്നു. കാരണം നമുക്ക് ഈ ടൈം ലാപ്സ് 2 പോയിന്റ് സെറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ ട്രൈപോഡ് സ്റ്റാൻഡ് മസ്റ്റാണ്. വലിയ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനൊരു ചെറിയ ട്രൈപോഡാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ടു ക്യാരിയാണ്. ഗിംബലിൻ്റെ കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് സെറ്റായി നിന്നോളും. പക്ഷേ എനിക്കത് കിട്ടാത്തത് കാരണം എനിക്ക് പുറത്ത് നിന്ന് വാങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ ഹാർഡ് കേസ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല എന്നെങ്കിൽ കൂടി നമുക്ക് നാട്ടിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് കേസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും.
അപ്പോൾ നിങ്ങൾ ഗിംബൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കോംബോ പാക്ക് ആണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുക. അത് മാത്രമല്ല, കോംബോ പാക്കും അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നുമില്ല, ഏകദേശം സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റിസ്റ്റ് സ്ട്രാപ്പ് പറഞ്ഞില്ലേ, അത് റിസ്റ്റ് സ്ട്രാപ്പ് നമുക്ക് കോംബോ പാക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും കിട്ടും. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം റിസ്റ്റ് സ്ട്രാപ്പ് നമ്മൾ കയ്യിലിട്ടുകൊണ്ട് വീഡിയോ എടുത്ത് നമ്മൾ തിരക്കിൻ്റെ അടിയിലൊക്കെ പോകുന്ന സമയത്ത് തട്ടി വീഴുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ തട്ടി വീഴണമല്ലോ കേട്ടോ, ഈ ഗിംബിൽ തട്ടി വീഴാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് താഴെ പോയാലും റിസ്റ്റിൽ തന്നെ അത് എന്തായാലും കിടക്കും. അപ്പം അതും നമുക്ക് കുറച്ച് കയ്യിലൊക്കെ ടൈറ്റ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തരത്തിലുള്ള റിസ്റ്റ് സ്ട്രാപ്പാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതും ഭയങ്കര യൂസ്ഫുൾ. പ്രത്യേകിച്ച് നമ്മൾ ബോട്ടിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ പോയാൽ ആകെ തീർന്നില്ലേ. ഈ ഗിംബിൽ നമ്മൾ വാട്ടർ പ്രൂഫ് അല്ല, അപ്പോൾ വെള്ളം തട്ടിക്കാൻ ഒരിക്കലും പാടില്ല, പ്രത്യേകിച്ച് ഉപ്പുവെള്ളം. അതുപോലെ തന്നെ ഒരുപാട് ഹീറ്റും ഇതിന് തട്ടാൻ വേണ്ടി പാടില്ല. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 2450 mAh ബാറ്ററിയാണ്. അതായത് കമ്പനി അവകാശപ്പെടുന്നത് 15 hours ഇതിൻ്റെ ചാർജ് നിൽക്കുന്നതാണ്. 15 hours എക്സാക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് ഒരുപാട് നേരത്തേക്ക് ഇതിൻ്റെ ചാർജ് നിലനിൽക്കാറുണ്ട്. ഏകദേശം ഒരു മാക്സിമം ഒരു 4 hours തന്നെ ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാറ്ററി ഫുൾ കഴിഞ്ഞാലും. അപ്പോൾ അത്രയും ടൈം നമ്മൾ ചാർജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം, ഞാൻ ഒരു 4 വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ എന്തായാലും വീണ്ടും ചാർജ് ചെയ്യാറുള്ളൂ. അതായത് ലോങ് വീഡിയോസ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഷോർട്ട് വീഡിയോ അല്ല. ഒരു 4-5 ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഇതിൻ്റെ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് തീർന്നു പോവാറുള്ളൂ. എൻ്റെ മൊബൈൽ അത്യാവശ്യം ചാർജ് നിൽക്കുന്ന മൊബൈലാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോ എടുത്തിട്ട് മൊബൈലിലെ ചാർജ് തീർന്നാൽ പോലും എനിക്ക് ഗിംബലിന് ചാർജ് നഷ്ടപ്പെടാറില്ല. അതുമാത്രമല്ല, നമുക്ക് ഗിംബൽ ഒരു പവർ ബാങ്ക് കൂടിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് കാരണം മൊബൈലിന് പെട്ടെന്ന് ചാർജ് തീർന്നു പോകും. അപ്പോൾ നമുക്ക് ചാർജ് തീർന്നാലും ഗിംബലിൽ കുത്തിയിട്ട് തന്നെ മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ചെറിയ സൈസിൽ 450 gram മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുമാത്രമല്ല, ഫോൾഡബിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ടു ക്യാരി ആണ്, മടക്കി വെച്ച് ബാഗിലിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ചെറിയൊരു ഹാൻഡ് ബാഗിൽ പോലും പിടിക്കാവുന്ന സൈസിലാണ് ഇവരുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഗിംബൽ വാങ്ങിക്കുന്ന മുമ്പ് ഒരുപാട് ഗിംബൽസിൻ്റെ റിവ്യൂസും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഗിംബലിലേക്ക് എത്തിയത്. മറ്റുള്ള ഗിംബലിനെ അപേക്ഷിച്ചിട്ട് എനിക്ക് ഈസി ടു ക്യാരി, അതുപോലെ ഈസി ടു യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഗിംബലാണ്. അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ഒക്കെ കൊണ്ടാണ് ഞാൻ ഈ ഗിംബൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ ഒരുപാട് നല്ലതാണ് ഗിംബൽ 4, പക്ഷേ ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത്. സിയോൺ സ്മൂത്ത് 4 ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കീസും ബട്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതിലാകെ വളരെ കുറച്ച് ബട്ടൺസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ്. സൂം ബട്ടൺ, ഗിംബൽ മൂവ്മെന്റ്സിന് വേണ്ട ജോയ്സ്റ്റിക്ക്, റെക്കോർഡ് ബട്ടൺ, മോഡ് ബട്ടൺ, പിന്നെ വേറൊരു ബട്ടൺ കൂടി ഉണ്ട് കേട്ടോ. USB Type-C പോർട്ട് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ചാർജ് തീർന്നാലും പേടിക്കണ്ട, ഇത് തന്നെ പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇതിനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. DJI Mimo എന്നാണ് ആപ്പിൻ്റെ പേര്. നമുക്ക് ഈ ആപ്പ് കൂടാതെയും നമുക്ക് ഈ ഗിംബൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ആപ്പ് ഇല്ലാതെ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിലുള്ള ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് കിട്ടൂല. അതായത് സ്റ്റെബിലിറ്റി അല്ലാതെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒന്നും കിട്ടൂല. പിന്നെ ഈ ഗിംബലിലുള്ള ബട്ടൺസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തേ പറ്റുള്ളൂ. ഈ ആപ്പിൻ്റെ ഒരു സൈസ് വരുന്നത് 192 MB ആണ്. അത് മാത്രമല്ല, ഇപ്പം പറഞ്ഞില്ലേ, ബട്ടൺസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് വേണം. അത് മാത്രമല്ല, ഈ ആപ്പിൽ വരുന്ന ക്യാമറ ക്വാളിറ്റിയും നമ്മുടെ മൊബൈൽ ക്യാമറനെ അപേക്ഷിച്ച് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ക്യാമറ ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല, അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കതിൽ ഷോർട്ട് സ്റ്റോറീസ് സെറ്റ് ചെയ്യാം, പാൻ സൂം ഉണ്ട്, അതുപോലെ തന്നെ ടൈം ലാപ്സ്, ഹൈപ്പർ ലാപ്സ്, 2 point സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടൈം ലാപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എന്നെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം മാത്രമേ എനിക്ക് ഗിംബൽ DJIയുടെ ഓസ്മോ മൊബൈൽ ഗിംബൽ 3 നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കത് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് പോസ് ചെയ്യേണ്ട ഭാഗത്തൊക്കെ നമുക്ക് വീഡിയോസ് കട്ട് ചെയ്ത് ഷോർട്ട് വീഡിയോസ് ആയിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് പോസ് ചെയ്ത് ഒറ്റ വീഡിയോ തന്നെ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ആ ഓപ്ഷൻ ഇതിലില്ലാത്തത് എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരുപാട് ക്ലിപ്സുകൾ കൂടിയിട്ട് വേണം നമ്മൾ എഡിറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി. ഇനി എങ്ങനെയാണ് ഗിംബലിൽ മൊബൈലിൽ നമ്മൾ ഫിക്സ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. മൊബൈൽ ഗിംബലിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യണം. യെല്ലോ ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ മിഡിലായിട്ട് വേണം ഫോൺ ക്ലാമ്പ് ചെയ്യാൻ.
ഇത് ഫോൺ കറക്റ്റായി ഫിക്സ് ചെയ്ത ബാറ്ററി ലൈഫും നന്നായിട്ട് ലഭിക്കാൻ സഹായിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഗിംബൽ വൈബ്രേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. അതായത് ഇതിൽ റെഡ് ഭാഗം ക്യാമറ വരുന്ന ഭാഗത്ത് വേണം. ഇത് ഒത്ത നടുവിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മോട്ടർ അധികം വർക്ക് ചെയ്യേണ്ടി വരും ഇതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി. പിന്നെ അതുപോലെ മോട്ടർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഹീറ്റ് ചെയ്യാനും തുടങ്ങും. അതിനുശേഷം ഗിംബൽ പവർ ഓൺ ചെയ്യുക. ബ്ലൂടൂത്ത് ലൊക്കേഷൻ ഒക്കെ നമ്മൾ ഇതിനെ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഗിംബൽ ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. മോഡ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോർട്രേറ്റ് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആയിട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ജോയ്സ്റ്റിക്ക് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ എന്നിവ ടൈം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. പിന്നെ ഇതിൽ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ നമ്മൾ ഏത് വസ്തുവിനെയാണ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമുക്കതിനെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഒറ്റക്കൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഇതുപോലെ ട്രാക്ക് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ഓപ്ഷൻ. ഇതിൽ റെസൊല്യൂഷൻ വരുന്നത് 1080pയും 720p ആണ്. ഇത് 30 ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമേ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 60 ഫ്രെയിം പെർ സെക്കൻഡ് ഇതിൽ അവൈലബിൾ അല്ല. പിന്നെ അതേപോലെ ഇതിൽ സ്ലോ മോഷൻ ഉണ്ട്. സ്ലോ മോഷൻ എനിക്ക് ഭയങ്കര മികച്ചതായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ഫീച്ചേഴ്സ് ആണ് ടൈം ലാപ്സും മൂവിങ് ടൈം ലാപ്സും ഹൈപ്പർ ലാപ്സും. ടൈം ലാപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ടൈം ലാപ്സ് ഒരു വലിയൊരു വീഡിയോനെ ഷോർട്ടാക്കി ചെറിയ ടൈമിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മൂവിങ് ടൈം ലാപ്സ് ആണെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഗിംബൽ തനിയെ തന്നെ മൂവ് ചെയ്ത് ഒരു ടൈം ലാപ്സ് വീഡിയോ എടുക്കും. ഹൈപ്പർ ലാപ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ടൈം ലാപ്സ് ആക്കാൻ വേണ്ടി പറ്റും. അതാണ് ഹൈപ്പർ ലാപ്സ്. മോഡ് ബട്ടൺ സിംഗിൾ പ്രസ് ചെയ്താൽ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ മോഡായിട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നിലുള്ള ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഫോൺ ലോക്ക്ഡ് ആയി മാറും. പിന്നെ ആ പൊസിഷനിൽ നിന്ന് മാറുകയില്ല. അത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആയിക്കോളും. ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ആയിട്ട് സ്വിച്ച് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഗസ്റ്റേഴ്സ് ഉണ്ട് ഇതിൽ. നമ്മൾ ജസ്റ്റ് കൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ ടൈമർ പോലെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗസ്റ്റേഴ്സ് നമ്മളെ സഹായിക്കും. ലോ ആംഗിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തല തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിറകിലുള്ള ബട്ടൺ ഡബിൾ പ്രസ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗിംബൽ സ്പോട്ട് മോഡിലേക്ക് സ്വിച്ച് ആയി മാറും. വളരെ സ്പീഡിൽ ഓടുന്നൊരു കുട്ടിയെ ഒക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷട്ടിൽ ബാറ്റ് കളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഫോട്ടോസിലുള്ള ഏറ്റവും വലിയ ഫീച്ചറാണ് 3x3 പനോരമ ഫോട്ടോ. ഇതിൽ 9 ഫോട്ടോസ് എടുത്ത് അതൊക്കെ കൂടി സ്റ്റിച്ച് ചെയ്ത് ഒന്നാക്കി വലിയൊരു വൈഡ് ആംഗിളിൽ ഫോട്ടോ ലഭിക്കും. ഫാമിലി പിക്ചേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ലാർജ് ഏരിയ കവർ ചെയ്തുള്ള ഫോട്ടോ ഒക്കെ ഈ ഒരൊറ്റ ഫീച്ചർ കൊണ്ട് അതും ക്ലാരിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ലഭിക്കും. പിന്നെ ഇതേപോലെ തന്നെ 180 ഡിഗ്രി പനോരമ ഫോട്ടോസും ഇതിലുണ്ട്. ഇതിൽ 4 ഫോട്ടോസ് ആണ് സ്വിച്ച് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പ്രീസെറ്റ് ചെയ്ത കുറച്ച് സ്റ്റോറീസ് ഉണ്ട്, സ്റ്റോറി മോഡ്സ്. ഇതിൽ കുറച്ച് ആനിമേഷനും സ്റ്റൈൽസും ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടുള്ളൂ. ബാക്കി ഈ ആപ്പ് തനിയെ നല്ലൊരു സ്റ്റാറ്റസ് വീഡിയോ അല്ലെങ്കിൽ സ്റ്റോറി വീഡിയോ ആക്കിയിട്ട് തരും. കുറച്ച് സെക്കൻഡ്സ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് വാട്സപ്പ് സ്റ്റാറ്റസ്, ടിക്ടോക്ക് വീഡിയോ, അതുപോലെ ചെറിയ സ്റ്റാറ്റസ് വീഡിയോ, ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് റീൽസ് ഒക്കെ നമുക്കാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കും. ഇത്രയാണ് ഗിംബൽ. ഞാൻ വാങ്ങിച്ച ഗിംബലുണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. അതുപോലെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ നിന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗിംബൽ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൊരു സ്ഥലത്തിന് വരുന്നത് ഇത് അൽഫൈദി സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഷോപ്പിൻ്റെ പേര് കാമിൽ. അപ്പോൾ നമ്മുടെ അമീർ ഭായ് ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഷോപ്പ് വരിക. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മൊബൈൽ, കമ്പ്യൂട്ടർ, വാച്ചസ്, ക്യാമറ, സ്റ്റാൻഡ്. ഷോപ്പിന്റെ മീൻസ് നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നതാണ്. എല്ലാ പ്രൈസും നിങ്ങൾക്ക് നോർമലി ഒരു ഇപ്പോൾ ഹോൾസെയിൽ വാങ്ങുന്നതിനെക്കാട്ടും നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ട് ഇവിടെ കിട്ടും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഹോൾസെയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാമറ ആയിക്കോട്ടും ലാപ്ടോപ്പ് ആയിക്കഴിഞ്ഞാലും മൊബൈൽ ആയിക്കഴിഞ്ഞാലും ബെസ്റ്റ് പ്രൈസാണ് തരിക. പിന്നെ ഇവിടെ വന്ന് A to Z സാധനം ഇവിടെ കിട്ടും. നിങ്ങൾക്ക് പെർഫ്യൂം, വാച്ചസ് എല്ലാം കിട്ടും. G-Shock വരെ, G-Shockൻ്റെ ഹൈ എൻഡ് മോഡൽ ഇവിടെ ഉണ്ട്. അപ്പോൾ വരിക, നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ.